അയ്യപ്പൻകോവിലിൽ കഴിഞ്ഞ വർഷത്തെ കനത്ത വേനലിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സർക്കാരിൽ നിന്നുള്ള ധനസഹായം നിഷേധിക്കുന്നതായി പരാതി. ഇതോടൊപ്പം ഈ വർഷത്തെ വേനലിൽ കർഷകർക്ക് സഹായകമാകുന്ന പുതിയ പദ്ധതികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. കഴിഞ്ഞ വർഷത്തെ കനത്ത വേനലിൽ നിരവധി കാർഷിക വിളകളാണ് നശിച്ചത്. ഇതിൽ ഏറ്റവും അധികം പ്രതിസന്ധി നേരിട്ടത് ഏലം കർഷകരാണ്. ധനസഹായമായി സർക്കാർ 10 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ അപേക്ഷയ്ക്കൊപ്പം കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കണമെന്ന നിബന്ധനയുള്ളതിനാൽ മേഖലയിലെ പല കർഷകർക്കും അപേക്ഷ സമർപ്പിക്കാനാകുന്നില്ലെന്നും അതിനാൽ ധനസഹായം നഷ്ടപ്പെടുന്ന സാഹചര്യമാണെന്നും കർഷകർ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ കൊടും വേനലിൽ ഏലം പൂർണ്ണമായിട്ടും എല്ലാ കർഷകരുടെയും തന്നെ നശിച്ചുപോയി. എന്നാൽ അന്ന് തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഏലം നശിച്ചുപോയ ഏല കർഷകർക്ക് 10 കോടി പ്രഖ്യാപനം ഉണ്ടായി. പക്ഷേ സാധാരണ കർഷകരായത് ഞങ്ങളെപ്പോലുള്ള കർഷകർക്ക് ഈ പട്ടായം ലഭ്യമല്ലായിരുന്നു. അപ്പം അപേക്ഷയോടൊപ്പം കരമടച്ച രസീതിൻ്റെ കോപ്പിയും കൂടെ ഹാജരാക്കണമെന്ന് കൃഷി വകുപ്പിൻ്റെ നിർദ്ദേശം വന്നപ്പോൾ ഞങ്ങളെപ്പോലുള്ള കർഷകർ പൂർണ്ണമായിട്ടും പിന്തള്ളപ്പെട്ടു. സർക്കാർ കൃഷിഭവൻ വഴി ന്യായങ്ങളും നിബന്ധനകളും സാധാരണക്കാരായ കർഷകരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അർഹരായവർക്ക് ആവശ്യമായ ധനസഹായം ലഭിക്കുന്നില്ലെന്നും കർഷകർ ആരോപിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ധനസഹായം ലഭിക്കാത്തതിനാൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും പലിശയ്ക്ക് കടം വാങ്ങിയുമാണ് പലരും കൃഷിയെ പുനരധിവസിപ്പിക്കുന്നത്. കൂടാതെ ഈ വർഷവും കനത്ത വേനൽ ആരംഭിച്ചിരിക്കുന്നതിനാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും കർഷകരെ താങ്ങി നിർത്തുന്നതിന് വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് ആവശ്യം.